അതെ, അഗെയിൻ ഫുഡ്. എടാ നമ്മുടെ ഈ ക്യാരറ്റിന്റെ 2 സെക്കൻഡ് കൂടുമണിക്ക് ഫുഡ് ആണടാ. വേറെ ആരടാ ചവിട്ടെടുത്ത് ദൂരി കൊണ്ട് കളഞ്ഞാലോ? വേണ്ട, ശരിയാവില്ല. എല്ലാം പോയി. ഓക്കെ, നമുക്കാണെങ്കിലേ ഫുഡ് ഇവിടെ നല്ല ശോകമാണ് ഗൈസ്. ഈ ക്യാരറ്റും ബീട്രൂട്ടും ഈ പഴംപൊരിയും തേങ്ങയും മാങ്ങയും ചക്കര വരട്ടിയും ഈ സാധനങ്ങൾ മാത്രം റൂസ് നമുക്ക് ഇവിടെ കഴിക്കാൻ വേണ്ടിട്ട്. നമുക്ക് ഇത്തിരി നോൺ വെജ് ഒക്കെ ആവാം. അതായത് ഈ പശുവിൻ്റെ സാധനങ്ങളൊക്കെ തട്ടിയെടുത്ത് തീർക്കാം. ഗെയിമർ പശു നിന്നല്ലാടാ, നിന്റെ ആൾക്കാരല്ല ഇത്, വേറെ ആൾക്കാരൊക്കെ അണ്ടർസ്റ്റാൻഡ്. സോ നമുക്ക് അവന്മാർ തട്ടണം കേസ്. അപ്പം എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിലേക്ക് വീണ്ടും ഒരു ആലോചന വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ബേക്കറിയായിട്ട് തൊട്ടടുത്തൊരു മഷ്റൂമിൻ്റെ ഐലൻഡ് ഉണ്ട്. അവിടെ പോയിട്ട് അവന്മാരെ അങ്ങോട്ട് തട്ടണം. അത്ര ഉള്ളതാണ് നമ്മുടെ ഐഡിയ. സോ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ അവിടെ നിന്ന് ഇറങ്ങട്ടെ. സോ അത് നമുക്ക് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഷീപ്പ് ഫാം ഉണ്ടാകണമെങ്കിൽ ഇവിടെ ആരുടെ കുമ്പിടി എടാ കുടുംബി അവനങ്ങോട്ട് തട്ടിയിട്ട് അവൻ്റെ കയ്യിലുള്ള സാധനം വെറുതെ പോയി ചൊറിയണ്ട. അവൻ ആ വഴി പോട്ടെ. ഓക്കെ, അങ്ങനെ വിടാൻ പറ്റില്ല. ഈ കുരിപ്പ് അടക്കടക്ക് ഇവിടെ വരുന്നു. വാടാ ഇന്ന് ഒന്നിലിഞ്ഞാൽ നീ തള്. ഓക്കെ, റണ്ണാക്ക് തുറന്നു വടി കൊള്ളണില്ല ഇവന്. എവിടെ മച്ചാനെ നമ്മളോടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിറക്കാന്ന്. അല്ലെങ്കിൽ വാടന്ന് എൻ്റെ മേത്ത് ക്ഷത്രിയ രക്തമാണ് ഒഴുകണ്. അതെ, ക്ഷത്രിയ രക്തം. എനിക്കങ്ങനെ പേടി അല്ലേ? പറഞ്ഞു കൊടുക്കാം. എൻ്റെ പേര് കേസ് നിങ്ങൾ കമൻ്റ് ഇട്ട് പറഞ്ഞു കൊടുക്കാം, പേടിക്കട്ടെ. നമുക്ക് ബ്ലോക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ അവൻ അണ്ണാക്കിൽ അടിച്ചു തരും. ബേക്കിലുണ്ട്, ഇങ്ങോട്ട് പാടാ. എവിടെ അവൻ നല്ല കുട്ടികളാവാൻ പാവാടാ. വെറുതെ പോയിട്ട് അങ്ങോട്ട് കയറി ചേർന്നു. അല്ലെങ്കിൽ നമ്മളെ ക്ഷത്രിയ രക്തം കണ്ടാ പേടിച്ചേരിക്കും. എന്തിനാണ് നമുക്ക് കിടന്ന് ഉറങ്ങാം. ഓക്കെ, ഉറങ്ങി എണീറ്റിരുന്നു. എവിടെ പോയിട്ട് ഓക്കെ, നമുക്ക് വേറെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാൻ 5-6 ഷീപ്പിന് നേരത്തെ ലീഡ് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. നമുക്ക് ലാഭമായിട്ട് ഇവിടെ തന്നെ ആക്കാമല്ലോ. സോ ഞാൻ അപ്പോൾ വിചാരിക്കുന്നത് ഞാൻ മുമ്പ് വിചാരിച്ച അപ്പുറത്തെ ഏരിലെങ്ങാനും കൊണ്ട് ഉമ്മാരെ കെട്ടിയതാണ്. സോ തൽക്കാലത്തേക്ക് ആകുമ്പോൾ ഇവിടെ തന്നെ നിൽക്കണം. സോ നമുക്ക് അവിടെ തന്നെ ഒരു കൂട് പോലെ, അതായത് പൊട്ടി ചെയ്യാൻ അവിടെ കേട്ടോ. ഓക്കെ, ഒരു ഫെൻസ് ഗേറ്റൊക്കെ വെച്ചിട്ട് അവിടെ തന്നെ സെറ്റ് ആക്കിയല്ലോ കേസ്. അപ്പോൾ ഉമ്മാരെ മാറ്റേണ്ട ആവശ്യമില്ല. അത് ടെമ്പററി ആയിരിക്കും, പെർമനൻ്റ് അല്ല. അത് തന്നെ ചെയ്യാല്ലേ, അതന്നെ നല്ലത്. അതിനാണ് നല്ല ഐഡിയ. പിന്നെ ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്റ്റോറേജ് കാണിച്ചിരുന്നത്. അതേ കൈസ് സ്റ്റോറിന് ഫുൾ ജസ്റ്റ് നമ്മളുടെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് കൈസ്. ഇപ്പോൾ ബേക്കിൽ ഡിസൈനും കാര്യങ്ങളൊന്നും കാണാൻ വയ്യ. ഇപ്പോൾ നല്ല ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ലെതർ കിട്ടിയിട്ടില്ല കൈസിലെ നമ്മളെ എൻ്റെ ഗ്ലോ ഫ്രെയിം, ഐറ്റം ഫ്രെയിം ആ സാധനം വെക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള ലെതറിനും കൂടി വേണ്ടിയാണ് നമ്മൾ മഷ്റൂം മൈനിൽ പോകാൻ പോണത്. ഓക്കെ, ഇവിടെ സാധനങ്ങൾ വെച്ചിട്ടില്ല കേസ്. ഇവിടെ എന്താ വെക്കണ എനിക്ക് ഐഡിയ കിട്ടണില്ല. ഓക്കെ, നമുക്കത് യൂസ് ചെയ്ത് ജസ്റ്റ് ഒക്കെ ഒന്ന് സോർട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇവിടെ സ്റ്റോണിൻ്റെ സാധനങ്ങൾ, ഇവിടെ വുഡ് ഐറ്റംസ്, ഇവിടെ ഇങ്ങനത്തെ വീറ്റ് സീഡ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ എനിക്ക് അറിഞ്ഞോ എന്ത് വെച്ചിരിക്കണത്. ഞാൻ ഇവിടെയും എന്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് തൽക്കാലത്തേക്ക് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സാധനങ്ങൾ ഐറ്റം ഫ്രെയിമൊക്കെ വെക്കണം, അതൊക്കെ റെഡിയാക്കാം. ഓക്കെ, തൽക്കാലത്തേക്ക് ഞാൻ അവിടെ ഒരു കൂട് പോലെ കെട്ടട്ടെ നമ്മുടെ ഷീപ്പിന് വേണ്ടി. ഇതേ പോയി ഇതാ വന്നു. ഓക്കെ, ഫ്രണ്ട്സിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. ഇനി ഉമ്മാരടാ മറ്റേ ഇങ്ങോട്ട്. ഓക്കെ, നല്ല കിട്ടി. ലീഡങ്ങ് ഊരെടുത്തിട്ട് എല്ലാത്തിനും വിളിക്കണം. ഇവിടെ 2 ഇരിക്കുന്നുണ്ട്. 2, 3 2 ഇല്ലടാ, 2 പുറത്തുണ്ട് കേസ്. അവന്മാരെ അകത്തേക്ക് ആക്കണം. ഓക്കെ, ഇനി ഇവിടത്തുള്ള ഇതുങ്ങൾ പൊട്ടിച്ചേക്കാം. ഇതൊക്കെ ഇരിക്കുന്നത്. ഇനി ആ കുരിപ്പം കൂടി ഇങ്ങോട്ട് ആക്കണം കേസ്. കേൾക്കണ്ട, ഇവിടെ നമ്മളൊരു ടെമ്പററി ആയിട്ടെ, എപ്പോഴും ഞാൻ പെർമനന്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടൊന്ന് സെറ്റ് വെച്ചാണ്. പക്ഷെ ഇവിടെ ലുക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പെർമനന്റ് ആക്കാം. നിങ്ങളെ ഒരു പറയും നമുക്ക് ഇവിടെ ഈ ഏരിയയിൽ തന്നെ ഇറങ്ങി ഓടിയില്ല. ഈ ഏരിയയിൽ തന്നെ ഇങ്ങനെ വേണം നിങ്ങളൊന്ന് പറയും. ഓക്കെ, നമുക്ക് പുറത്തേക്ക് ചാടി ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഐഡിയ പറഞ്ഞ കേസ്. ഈ കാർപ്പറ്റ് വെച്ചാലേ ഇങ്ങനെ നമുക്ക് കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കാർപ്പറ്റ് വെച്ചാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷെ ഇവർക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ കാണിച്ചില്ല ഇപ്പോൾ. ഓക്കെ, കണ്ടാ. തല അടിക്കണ്ടല്ലേ. പൊട്ടൻ്റെ ആയ ഇതൊക്കെ ഇനി പൊട്ടിക്കണം.
ഐ ഐ ജപ്പാ അവിടെ അന്ന് വീടിൻ്റെ പുറത്തേക്ക് എന്ത് ഓക്കെ കണ്ടോ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അവന്മാർക്ക് എത്ര വയ്ക്കാനും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ നമുക്ക് ഒരു 2-3 സൈഡ് ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഏത് വഴിയാണെങ്കിൽ ഒന്ന് കയറാലോ. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി, ഞാൻ പണ്ട സീന്. നമുക്ക് എല്ലാ ഷീപ്പിനും ഇവിടെ കൊണ്ടിടണം ഗൈസ്, ആ പരിപാടി കൊണ്ടുള്ളൂ. ഇത് രാത്രിയാണ് ഒന്ന് കയറി കിടന്ന് പറയാം. ഈ ബ്ലോക്ക് കൊണ്ട് പിടിച്ചാൽ ഓൾ സെറ്റ്. ഓക്കെ, എല്ലാ വീടും ഗൈസ് ഒക്കത്തിനും പിടിച്ച് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പരിപാടി വെച്ചറിയാം, ഒരു ബാരലിൽ ഇവിടെ കൊണ്ട് ഷീസ് വെച്ചിട്ട് ഇത്തിരി ഫുഡും വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്ക് കണ്ട് മാരൊക്കെ ഒന്ന് ബ്രീഡ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ആ ഷീസ് വെച്ച് ഷെയർ ചെയ്യിപ്പിക്കുക. അപ്പം നമുക്കൊരു വൂൾ ഫാം ഇവിടെ സെറ്റായി ഗൈസ്. വെറുതെ ഇനി വെച്ച് താമസിക്കണമെങ്കിൽ നമ്മൾ ബാരലും ഫുഡും ഷീസും ഒക്കെ നമ്മുടെ അടുത്തുണ്ട്. ഇതും കൂടെ അവിടെ കൊണ്ട് വെച്ചാൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പിന്നെ മറന്നു പോകും. ഓക്കെ, സോ എല്ലാ കുട്ടന്മാരും കൂടെ സന്തോഷമൊക്കെ ഉണ്ട്. ചാടിക്കോമാർക്കാണെങ്കിൽ ഓരോ പേരുകൾ നമുക്ക് വെറുതെ ഇടാം ഗൈസ്. എന്ത് വെറുതെ വിളിക്കാം, എല്ലാവർക്കും ഇവിടെ പേര് വേണം. ഓക്കെ, ഇവിടെ നിൽക്കുക. നമുക്ക് ഈ ഫുഡ് 47 ഉണ്ട് നമ്മുടെ കാലത്തേക്ക്. ഇപ്പം നമ്മുടെ ഷീസ് ഞാൻ കാണിച്ചിട്ട് എങ്ങനെ വർക്കാണ് ഇതൊക്കെ. നമ്മൾ ഈ വഴി കയറുന്നു, ഉമാരിക്കാട് ഷിയേഴ്സ് ചെയ്യുന്നു. അങ്ങനെ അവന്മാരെ ഷിയേഴ്സ് ആയിട്ടുള്ള വൂള് നമ്മളത് തിരിച്ചു വരുന്നു. ഈ ബാരലൊക്കെ തുറക്കുന്നു, ഷിയേഴ്സ് ചെയ്ത വൂളൊക്കെ നമ്മൾ ഇവിടെ വയ്ക്കുന്നു. അതാണ് പരിപാടി. സോ നമ്മളൊരു വൂൾ ഫാം ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഇനി ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ബ്രീഡാകാൻ വേണ്ടിയിട്ട് ഒരു ഇവിടെ കൊടുക്കുന്നു, ഒരെണ്ണം അവന് കൊടുക്കുന്നു, ഒരെണ്ണം ഇവന് കൊടുക്കുന്നു, ഒരെണ്ണം കൊടുക്കുന്നു. ഓക്കെ, എല്ലാവരും ഹാപ്പി ഗൈസ്. സോ ബ്രീഡ് ചെയ്ത് കുഞ്ഞു കുരിപ്പുകൾ വരുന്നു. മരിഞ്ഞ് ഇവിടെ നടന്നോളൂ, വലുതാകും. ഈ ഫുഡൊക്കെ ഈ പുല്ലൊക്കെ കഴിച്ചിട്ട് നമ്മൾ വലുതാകും ഗൈസ്. അങ്ങനെ സെറ്റാണ്. ഓക്കെ, അപ്പം ഈ ഇടയ്ക്ക് ഓഫ് ക്യാമറയിലൊക്കെ വന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഷെയറായി സെറ്റാകാം. കുറേ വൂളും കിട്ടും, കുറേ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാകും. ഇനി ഞാൻ ദേ ഇറങ്ങാൻ പോവാണ് എക്സ്പ്ലോറിങ്. എവിടേക്കാന്ന് വെച്ചാൽ നമ്മുടെ ഏരിയ ഇല്ലേ, മച്ചാന്മാരുള്ള ഏരിയ അവിടേക്ക്. സോ ഇനി നമുക്കാണെങ്കിൽ നമ്മുടെ എനിക്ക് മഷ്റൂം ഐലൻഡിൽ പോകണം ഗൈസ്. ഞാൻ അതങ്ങനെ കണ്ടാ വെച്ചാൽ ഞാൻ വെറുതെ ഈ കടൽ വഴി ഒന്ന് പോയായിരുന്നു. അപ്പോൾ അറ്റത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അവിടേക്ക് പിന്നെ അത് നിങ്ങൾ കൂടി കാണിക്കണേ വെച്ച് ഞാൻ വന്നത്. ഓക്കെ, സോ നമ്മുടെ വീട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ തുറന്നിട്ട് അയ്യോ എടാ വാലടിക്കാനെ പോയല്ലേ. അന്നത്തെ പോലെ ഓർമ്മയാണ് നിങ്ങൾക്ക്. ഡ്രാഗോണും പിന്നെ ഇന്നലത്തെ പോലെ സ്കെലിട്ടനും, ഇന്നലത്തെ ലെഫ്റ്റത്തെ പോലെ സ്കെലിട്ടനൊക്കെ കയറി അവിടെ ഇരിക്കും ചായയും കുടിച്ചോണ്ടൊക്കെ. അപ്പോൾ മീൻകുട്ടി ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഇവളുടെ പേര് കമൻറ്റ് ആയിരുന്നു ഗീസ്, നമ്മുടെ മല്ലു ആർക്കേഡ്. അവനാണ് കമൻറ്റ് ചെയ്തത്. ചിന്നിക്കുട്ടിയാണ് ഗീസ് കമൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ മീൻകുട്ടി ഇരിക്കുന്നുണ്ട്. പച്ചയുടെ പേര് ചിന്നിക്കുട്ടി. പിന്നെ ഇവൻ നമ്മുടെ പപ്സ്. ഇവന് അച്ഛനില്ല, പപ്സ് കൂട്ടാൻ. ഇടയ്ക്ക് നമ്മൾ പട്ടികാലും എല്ലുംകാലൊക്കെ കൊടുക്കുമ്പോൾ സന്തോഷമാകും. ഓക്കെ, അപ്പോൾ പച്ചാത്തയുടെ പേര് ചിന്നിക്കുട്ടി. താങ്ക്സ് ഫോർ കമൻറ്റിങ് മല്ലു ആർക്കേഡ്. നല്ല നെയിമാണ്, നൈസ്. പിന്നെ ബാക്കിയുള്ളവരിട്ട നെയിമൊക്കെ ഞാൻ കണ്ടായിരുന്നു. സല്ലായിട്ട് നല്ല നെയിമാണ്. അറക്കിലബൂന്നിട്ടവൻ അവനാണ് മെയിൻ ഹൈലൈറ്റ്. അറക്കിലബു അത് പൊടിച്ചു. നമുക്ക് വേറെ വല്ല മോബിനൊക്കെ ഇട്ടേക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് എക്സ്പ്ലോറിങ് പോയേക്കാം. കുറേ ദൂരം പോകാണ്ട് ഗീസ്, കുറേ ദൂരം ഇത്തിരി ദൂരം പോകാണ്ട്. സോ അവിടെ എത്തിയിട്ടാണെങ്കിൽ ഇത് നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ തുഴയുന്നത് നിങ്ങൾ കാണേണ്ടി വരും. നമ്മളൊരു വലിയ സഞ്ചാരമാണ് പോകാൻ പോണത്. അയ്യോ, അങ്ങനെ അവസാനം ഫൈനൽ നമ്മളിത് നമ്മുടെ മഷ്റൂമിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ നമ്മളെ തോണി അവിടേക്കൊന്ന് അടുപ്പിച്ചേക്കാം. അവിടെ നമ്മുടെ ആവശ്യമുള്ള നമുക്ക് പശുക്കളുണ്ടാവും ഗൈസ്. അവന്മാരെ നമുക്ക് തട്ടണ്ട, തട്ടി ഫുഡാക്കണം. ഒരേ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ നിങ്ങള് തട്ടണം. ഈ ബോട്ടാണ് പിടിച്ചേക്കാം. കയറ പാപ്പൻ വന്ന് മക്കളെ, അല്ല പാപ്പച്ച വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ, നോ വോയിസ്. ഓക്കെ, അങ്ങനെ നമ്മളെ അവസാനത്തെ ഈ ഏരിയത്തെ ദിവസം മഷ്റൂം നമ്മളെ വീടിൻ്റെ അടുത്താണ്. എത്തിയിട്ട് വരും വന്നാൽ മതി. ഓക്കെ, തലനാട്ടിൽ കാര്യമല്ല, നിന്നൊക്കെ തട്ടും എന്നൊരു ക്ഷമയും കണയുന്നില്ല. ഉമ്മരെ തട്ടണമെന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞില്ല, എൻ്റെ ക്യാരക്ടർ 2 സെക്കൻഡ് കൂടുമ്പോൾ ഫുഡ് വേണമെന്ന് ഒരു കിട്ടിയിട്ടാണ്. അതുകൊണ്ട് ഞമ്മഞ്ഞു വേണ്ടി ഉമ്മരെ തട്ടാണ്ട് വേറെ വഴിയില്ല. ഇപ്പോൾ ഏഴ് ഗെയിമിൽ കിട്ടുന്ന ആകെ ഒരു ഫുഡ് നിങ്ങളാ. ഓക്കെ, തട്ടിക്കോ. നമുക്ക് ഇവിടെ 5-6 തട്ടണം കേസ്. ഇനി തട്ടിയിട്ട് കാണാം കേസ്. അല്ലെങ്കിൽ തട്ടുന്നത് കാണാൻ നിങ്ങളെ വിഷമിക്കേണ്ട, പാവം പിള്ളേരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇവന്മാരൊക്കെ കൊന്നിട്ട് കാണാം. ഓക്കെ, സോ വി ആർ ബാക്ക് ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ ശേഷം കേസ് ഉണ്ടായി. രാത്രി സമയം അതുവരെ നമ്മളിവിടെ ഒക്കെ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും വീണ്ടും സ്പോൺ ആവേണ്ട കേസ്. നമ്മളിപ്പോൾ ഒരു സ്റ്റാക്ക് ബീഫ് ഉണ്ട് കേസ്. ലെതറിനും കൂടി വേണ്ടിയാണ് നമ്മൾ വന്നത്. ഫുഡ് മാത്രമല്ല, നമുക്ക് ഈ മറ്റേ ഐറ്റം ഫ്രെയിം ഉണ്ടാക്കണമെങ്കിൽ ലെതർ വേണം കേസ്. അതിനും കൂടി 34 ലെതറിൻ്റെ കേസ്. ആവശ്യത്തിനധികം ലെതറിൻ്റെ. ഇത്രയും നമുക്ക് ആവശ്യമില്ല, എന്നാലും
ഫുഡും കൂടി നമ്മൾ കളക്ട് ചെയ്തത്. സോ നമുക്ക് കുറെ സ്റ്റീക്ക് ഇഞ്ഞ് മരത്തെ തൽക്കാലം തപ്പണ്ട ഗൈസ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്രൈൻഡ് ഒക്കെ ചെയ്യാൻ ഇവിടെ ഇരുന്നിട്ട്. ഓക്കെ, ഞാൻ ഒരു ലൈവ് ഒക്കെ ഇടാൻ വിചാരിക്കുന്നുണ്ട് ഗൈസ്. ഗ്രൈൻഡ് ചെയ്യുന്നത് നിങ്ങൾ വേണമെന്ന് കമന്റ് ചെയ്യട്ടോ. ഓക്കെ, സോ നമ്മളിത് ഫുഡൊക്കെ നമ്മളിത് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് പിന്നെ ലെതറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയാൽ ഗൈസ്. ബെഡ് ഇവിടെ വെച്ചാൽ ഇതും കൊണ്ട് നേരെ വീട്ടിൽ ഇങ്ങോട്ട് പോയേക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ വീടാണെങ്കിൽ ഗൈസ് നമ്മൾ തിരിച്ചെത്തി. വി ആർ ബാക്ക്. നമ്മുടെ നല്ല അകലെയാണ് നല്ല രസമുണ്ട് ഗൈസ് വീട് കാണാൻ വേണ്ടി. പക്ഷെ ആ മൂലകൾ മാത്രം എടുത്ത് മാത്രം ചെറിയ കുഴപ്പമുണ്ടാകും. കുഴപ്പമില്ല പോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഫുഡും കൊണ്ട് സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് വീട്ടില്. ഇനി ബോട്ട് അങ്ങോട്ട് പൊടിച്ചേക്കാം. ഓക്കെ, നമുക്ക് അയ്യണ ആർമാറായിട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതിയാ. അയ്യണൊക്കെ നമ്മളൊക്കെ തീർന്നിട്ടുണ്ട്. ഇത്തിരി കൂടെ അയ്യണ മൈനൊക്കെ പോകണം. ഓക്കെ, ഹായ് മീനുകുട്ടി, വി ആർ ബാക്ക്. ഹായ് ചിന്നിക്കുട്ടി, നമ്മൾ വീണ്ടും വന്ന്. ഓക്കെ, നമുക്ക് ഇനി ഈ ബീഫൊക്കെ അരിയിക്കാറ്. പപ്സേ എത്തിറ അണ്ണം വീണ്ടും വന്നറാ. പപ്സ് കൂട്ടാ അതിനൊക്കെയുള്ള ഫുഡൊക്കെ നമ്മൾ ചേട്ടാ സെറ്റാക്കാൻ നീ മേടിക്കട്ടെ. നമുക്കിനി കണ്ട നമ്മുടെ ഒരു സൈഡിൽ കൂടുതലുണ്ട്. നമുക്ക് നമ്മൾ ഈ പരിപാടി അങ്ങോട്ട് ഇപ്പന്നെ തീർത്താക്കാം. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഐറ്റം ഫ്രെയിം നമ്മൾ കുറെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചേക്കാം. ഓക്കെ, നമ്മളിപ്പോൾ സാധനങ്ങൾ ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഗീസ്. ഓക്കെ, നമുക്കിത് കൊണ്ട് വെച്ചേക്ക്. ഇത്ര ഐറ്റം ഫ്രെയിമിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇത്ര ഉണ്ടായിട്ടുള്ളൂ. അതൊരു വേസ്റ്റ് അങ്ങനെ വെച്ചിട്ട്. അപ്പോൾ 1 2 3 4 5 6. ഓക്കെ, അയ്യോ അവിടെ രണ്ടെണ്ണത്തിന് കുറവുണ്ട്. അതും കൂടി കൊണ്ട് വെച്ചേക്കാം. ഓക്കെ, നമ്മളത്തെ 2 ഐറ്റം ഫ്രെയിം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫുൾ സെറ്റ് ആക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റോറേജ് ഐറ്റം ഫ്രെയിം വയ്ക്കേണ്ട കാര്യമൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ചീപ്പാമ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് അതും കൂടി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫുഡ് ക്യാമ്പ് ഫയർ ഇട്ട് കത്തിക്കാം. വെറുതെ കോള് നിങ്ങളേണ്ട ക്യാമ്പ് ഫയർ സെറ്റ് ആക്കിയാണെങ്കിൽ കത്തിക്കുക, അതായിരിക്കും നല്ലത്. നമ്മളിത് ഒരു ക്യാമ്പ് ഫയർ ഉണ്ടെങ്കിൽ ഇത്ര നമ്മളൊരു കോളാകെ 3 ഉണ്ടായിരുന്നു. സോ 3 ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇവിടെ നിരത്തി വെച്ചേക്കാം. വായുവിന് പണിയിടണാണ്, കുഴപ്പമില്ല തൽക്കാലത്തേക്ക്. ഓക്കെ, നമ്മൾ എന്നിട്ട് ഇവിടെ വയ്ക്കും. ഇതാണ് ലാഭം, കോളൊക്കെ ആയിട്ട് ലാഭം ഇതാണ്. അതൊക്കെ അവിടെ സെറ്റ് ചെയ്യണം ഗൈസ്. സോ നമ്മുടെ ഇന്നത്തെ നമ്മൾ ഇവിടെ നിർത്താൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടിലേക്ക് നയിച്ചു കൊടുത്താൽ. അടുത്തൊരു വീഡിയോയിൽ പവർ ആയിട്ട് തന്നെ വരാം ഗൈസ്. എല്ലാവരും ഇപ്പം കമൻറ്റ് ഇടുന്നതിലൊക്കെ അടുത്തൊരു വീഡിയോ കാണാം.